ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ എവിടേക്കാണ് പോകുന്നത്, നമ്മൾ എന്തിനാണ് പോകുന്നത്, നമ്മൾ ആരൊക്കെ കാണുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ കൂടെ തന്നെ ആളുകൾക്ക് അറിയാൻ വളരെ താല്പര്യമായിരിക്കും അല്ലെ. അപ്പൊ അവർ നമ്മളെ പിന്തുടരുന്നതിന് പകരം നമ്മുടെ ഫോണിൽ ഒന്ന് രണ്ട് സെറ്റിംഗ്സുകൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ എവിടെ പോയാലും അവർക്ക് അത് ഓൺ ദി സ്പോട്ടിൽ അറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് പോയത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് നമുക്ക് വളരെയധികം ഡേഞ്ചർ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് അവർ മനസ്സിലാക്കുന്നത് എന്നുള്ളതും അത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോണിൽ അത് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ മറ്റാരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ അവർ ചെറിയൊരു കാര്യം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവര് നമ്മുടെ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാപ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാപ്സിലുള്ള ലൊക്കേഷൻ കാണുന്നില്ലേ, മാപ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള പ്രൊഫൈൽ ഐക്കൺ, ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ലൊക്കേഷൻ ഷെയറിംഗ് എന്നുള്ളത്. നമ്മുടെ ഫോണില് അവര് ഒന്ന് ലൊക്കേഷൻ ഷെയറിംഗ് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എവിടെ പോകുന്ന കാര്യങ്ങളും ഇവിടെ കണ്ടില്ലേ, നമ്മൾ എവിടേക്കാണോ പോകുന്നത് അതൊക്കെ അവരുടെ ഫോണിൽ അവർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മൾ അറിയാതെ അവർ ചെയ്തു വെക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇല്ലാത്തവരാണെങ്കിൽ സെർച്ചിലൊന്ന് സെർച്ച് ചെയ്യുക, ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് അവർ നമ്മുടെ മാപ്പില് നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കുന്നത്. ഇവിടെ നമുക്ക് ആ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഹോം കാണും, പേഴ്സണൽ ഇൻഫോ കാണും. അതിന്റെ തൊട്ടടുത്തായിട്ട് ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ഈ സെറ്റിംഗ്സിൽ പോയാൽ മനസ്സിലാവും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ലൊക്കേഷൻ ഷെയറിംഗ്. ഇവിടെ കണ്ടില്ലേ, ഈ ലൊക്കേഷൻ ഈ ഒരു ജിമെയിൽ ഐ ഡി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഗൂഗിൾ മാപ്സ് വഴി ആരോ കാണുന്നുണ്ടെന്ന് അർത്ഥം. നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ ഉണ്ടോ എന്ന് നോക്കി നോക്കുക, ലൊക്കേഷൻ ഷെയറിംഗ്. ഇനി അഥവാ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ ഐ ഡി നമ്മൾ എന്ത് ചെയ്യണം, വേഗം അത് ഒഴിവാക്കണം. അത് എങ്ങനെയാ ചെയ്യുക? അപ്പൊ ഈ ലൊക്കേഷൻ ഷെയറിംഗിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഗൂഗിൾ തന്നെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ അറിയുന്നുണ്ട്, ഈ ഇമെയിൽ വഴി അറിയുന്നുണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ട്, ഏതെല്ലാം പോയിന്റ്സിൽ പോകുന്നുണ്ട്, നിങ്ങളുടെ ഡിസ്റ്റൻസ് എത്രയുണ്ട്, എത്ര ദൂരം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുക, ആ ഇമെയിൽ ഐഡിന്റെ തൊട്ട് എടുത്ത് കാണുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് അവിടേക്ക് ക്ലിക്ക് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ബാക്ക് ചെയ്ത് കണ്ടാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ ആ ലൊക്കേഷൻ ഒഴിവാക്കിയിട്ടുണ്ട്.